വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ശബരിമല കർമ്മസമിതി നാളെ പന്തളത്ത് സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. തമിഴ്നാട് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയടക്കം നിരവധി പ്രമുഖരും വിദേശത്തു നിന്നുൾപ്പെടെ അയ്യപ്പ ഭക്തരും സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ശബരിമല സംരക്ഷണ സംഗമത്തിനായി പന്തളത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ജർമ്മൻ മോഡൽ പന്തൽ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയായി. നാളെ രാവിലെ 9-ന് സെമിനാറുകൾ ആരംഭിക്കും. ശബരിമല വിശ്വാസത്തോടൊപ്പം വികസനം, ശബരിമല സുരക്ഷ എന്നീ വിഷയങ്ങളിലായി 3 സെമിനാറുകളാണ് നടക്കുന്നത്. ഓരോന്നിലും പ്രഗത്ഭരായ ആളുകൾ വിഷയം അവതരിപ്പിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ആരംഭിക്കുന്ന വിശ്വാസി സംരക്ഷണ സമ്മേളനം തമിഴ്നാട് ബിജെപി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലെ ഉദ്ഘാടനം ചെയ്യും. പന്തളം കൊട്ടാരം പ്രതിനിധി PN നാരായണവർമ്മ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ തേജസ്വി സൂര്യ MP, പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ, വിജി തമ്പി തുടങ്ങി പ്രമുഖരും വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കളും സന്യാസി വര്യന്മാരും വിദേശത്തു നിന്നുൾപ്പെടെ പതിനായിരങ്ങളും പങ്കെടുക്കുമെന്നും ശബരിമല കർമ്മസമിതി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ നാളെ പന്തളത്ത് വെച്ച് നടക്കുന്ന ശബരിമല സംരക്ഷണ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. അവസാനവട്ട മിനുക്കുമണികൾ നടക്കുകയാണ്. 3 ഭാഗമായാണ് സെമിനാർ നടക്കുന്നത്. ആദ്യത്തെ സെമിനാർ അത് വിഷയം അവതരിപ്പിക്കുന്നത് ശ്രീ അയ്യപ്പ ദാസ് സ്വാമിജിയാണ്. രണ്ടാമത്തതിൽ വികസനവുമായി ബന്ധപ്പെട്ട് വിഷയം അവതരിപ്പിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് G. രാമൻ നായർ അവർകളാണ്. സുരക്ഷയുമായി ബന്ധപ്പെട്ട 3-ാമത്തെ സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ DGP ഡോക്ടർ TP സെൻകുമാർ സാറാണ്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർ, ആചാരക്കാർ, അവരുടെ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പന്തളം കൊട്ടാരം ഉൾപ്പെടെ തന്ത്രിവര്യന്മാർ ഉൾപ്പെടെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഈ സെമിനാറിൽ ഉണ്ടാവും. പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പരിണാമം എന്താകുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചതാണെന്നും അയ്യപ്പനെ മുൻനിർത്തി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് അയ്യപ്പനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ശബരിമലയിലെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം ക്ഷേത്രത്തിന്റെ വികസനവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് പന്തളത്ത് നടത്തുന്ന സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.